നമസ്തേ. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ ഒരുങ്ങി UDF സർക്കാർ. ഒരു കാലത്ത് ശക്തമായി എതിർത്ത പദ്ധതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? കേന്ദ്രത്തിന്റെ ഫണ്ട് നഷ്ടമാകാതിരിക്കാനോ അതോ നിലപാടിൽ മാറ്റമാണോ? ഇതിനിടെ മുൻ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും മാധ്യമ നിരീക്ഷകനുമായ പ്രശാന്ത് വാസുദേവ് നായരുടെ ഫേസ്ബുക്ക് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുകയാണ്. PM ശ്രീ പദ്ധതിയെ എതിർക്കുന്നവരെയും ദേശീയ വിദ്യാഭ്യാസ നയത്തെ വിമർശിക്കുന്നവരെയും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ വാദങ്ങൾ? കേരള സർക്കാർ എന്താണ് ആലോചിക്കുന്നത്? വിശദമായി നോക്കാം. ഏറെ വിവാദമുണ്ടാക്കിയ PM ശ്രീയിൽ മുന്നോട്ടു പോകാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 265 സ്കൂളുകളിൽ പദ്ധതി നടപ്പാക്കാനും സിലബസിന്റെ കാര്യത്തിൽ കേന്ദ്ര ഇടപെടലുണ്ടായാൽ നിയമപരമായി മുന്നോട്ടു പോകാനുമാണ് നിലവിലെ അവരുടെ ആലോചന. UDF യോഗത്തിലും പദ്ധതിയുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനം. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് പദ്ധതിയിൽ തുടരേണ്ട സാഹചര്യമുണ്ടെന്നാണ് പൊതുവെ ഉണ്ടായിരിക്കുന്ന വിലയിരുത്തൽ. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് കേരള ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറും എഴുത്തുകാരനും മാധ്യമ നിരീക്ഷകനുമായ പ്രശാന്ത് വാസുദേവ് നായർ. അദ്ദേഹം വിവിധ പ്രമുഖ മലയാള പ്രസിദ്ധീകരണങ്ങളിൽ കവിതകളും യാത്രാ വിവരണങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതാറുണ്ട്. അദ്ദേഹത്തിന്റെ വൈറലായ ആ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. PM ശ്രീ കേരളത്തിൽ നടപ്പാക്കരുത് എന്നാണ് UDF ഗവൺമെന്റിനോടുള്ള എൻ്റെ അപേക്ഷ. എന്തിനാണ് നമ്മുടെ സംസ്ഥാനത്തെ പാവപ്പെട്ട കുട്ടികൾ മികച്ച കെട്ടിടവും മികച്ച ലാബുകളും മികച്ച ആധുനിക പഠന സൗകര്യങ്ങളുമുള്ള സ്കൂളുകളിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഗൂഢമായി കടത്തിവിടുന്ന ഗോൾവാൾക്കറുടെ RSSന്റെ ആശയങ്ങൾ പഠിക്കുന്നത്? LDF സർക്കാർ, പ്രത്യേകിച്ചും ശിവൻകുട്ടി അപ്പൂപ്പൻ അല്ലെങ്കിൽ തന്നെ ലോകോത്തര പള്ളിക്കൂടങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടല്ലോ. ലോകോത്തരമായ കരിക്കുലവും ഇവിടെയുണ്ട്. പല നേതാക്കളുടെയും മക്കൾ CBSE സ്കൂളുകളിൽ പഠിക്കുന്നത് പാവപ്പെട്ട കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുത്തേണ്ട എന്ന് കരുതിയാണേ. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകൾ ഒന്നും നമുക്ക് വേണ്ട. LDF സർക്കാർ തീരുമാനമെടുത്ത ക്യാപ്റ്റൻ അബേനസ് പാത നമുക്കും പിന്തുടരാം. കേന്ദ്രം ഒന്നും പറയില്ല. മൗ റദ്ദാക്കിയല്ലോ, ക്യാപ്റ്റൻ അബേനസ് അല്ലേ? അപ്പോഴേക്കും കാലവും കടന്നുപോകും. ദുർബലമായ BJP ഒഴികെ ആരും കേരളത്തിൽ നിങ്ങളെ എതിർക്കാൻ ഉണ്ടാവില്ല. വിനു വി ജോൺ ചർച്ച ചെയ്യില്ല. രാജീവ് ചന്ദ്രശേഖറിന് ഏഷ്യാനെറ്റ് എന്നാൽ എന്താണെന്ന് കൂടി അറിഞ്ഞുകൂടാ. അതേപ്പറ്റി ചോദിച്ചാൽ BJP സംസ്ഥാന പ്രസിഡന്റ് കൈമലർത്തും. എതിർപ്പുകൾ ഇല്ലാത്തതല്ലേ മഹാകാര്യം. കിട്ടേണ്ട ഫണ്ടുകൾ അതിന്റെ പേരും പറഞ്ഞു തന്നില്ലെങ്കിൽ നമുക്ക് തമിഴ്നാടിന്റെ പാത പിന്തുടർന്ന് ബഹുമാനപ്പെട്ട കോടതികളെ സമീപിക്കാം. തീരുമാനം പെട്ടെന്നോ അല്ലെങ്കിൽ പതിയോ എപ്പോഴോ വന്നോട്ടെ, ആർക്ക് ഛേദം. നമുക്ക് നമ്മുടെ കുട്ടികളെ വിദേശത്തും ഇന്റർനാഷണൽ സ്കൂളുകളിലും പഠിപ്പിക്കാം. പാവപ്പെട്ടവന്റെ മക്കൾ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ അവൻ ഹിന്ദുത്വ പഠിച്ച് ഹിന്ദു തീവ്രവാദിയായി പോകും. ഇന്ത്യയിലും ലോകത്തും നിറയെ ഹിന്ദു തീവ്രവാദികളാണ്. വെടിവെക്കുന്ന, തലവെട്ടുന്ന ഹിമാലയൻ മലനിരകളിലും ഭൂഗർഭ അറകളിലും ഒളിച്ചിരിക്കുന്ന ഹിന്ദു ഭീകരന്മാർ. കുതിരവണ്ടി വിളിച്ച് MN കാരശ്ശേരി മാഷ് ഇന്നലത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ 50 വർഷങ്ങൾക്കെങ്കിലും പിന്നിലേക്ക് അപഹാസ്യനായി പോകുന്ന കാഴ്ച കണ്ടു. മാഷ് പറയുന്നത് NEP നിറയെ ഗൂഢമായ ഹിന്ദുത്വ അജണ്ടകൾ ആണെന്നാണ്. അതേ അഭിപ്രായമാണ് ജ്യോതികുമാർ ചാമക്കാല MLAക്ക് ഉണ്ടായിരുന്നതെങ്കിലും അദ്ദേഹം UDF മന്ത്രിസഭാ ഉപസമിതി തീരുമാനമെന്ന രക്ഷാകവചത്തിൽ അഭയം തേടി. PM ശ്രീ നടപ്പാക്കിയ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾ ആ ഗൂഢമായ അജണ്ട നേരിട്ട് തിരിച്ചറിഞ്ഞു, പരാതിപ്പെട്ടു, ആരൊക്കെ കോടതിയിൽ പോയി എന്നുകൂടി കാരശ്ശേരി മാഷ് പറയേണ്ടിയിരുന്നു. അവിടെയൊക്കെ കരിക്കുലത്തിന് എന്ത് സംഭവിച്ചു എന്നുകൂടി മാഷ് പറയേണ്ടിയിരുന്നു. ആശങ്കകൾ മാത്രം പങ്കുവയ്ക്കുന്നത് കടുത്ത വാർദ്ധക്യത്തിന്റെ ലക്ഷണമാണ് മാഷേ. തെളിവുകൾ കൂടി നൽകണം, എന്നിട്ട് ആഞ്ഞടിക്കണം. നമ്മളും കൂടെ നിൽക്കും. ക്ഷമിക്കണം. മാഷിന്റെ സ്നേഹമതിയായ മകളെയും ഭർത്താവിനെയും ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ ഞാൻ നേരിട്ട് കണ്ടിരുന്നു. രണ്ട് നല്ല മനസ്സുകൾ, മതാതീത മനസ്സുകൾ എന്നു തന്നെ പറയാം. മാഷ് അങ്ങനെയല്ല എന്നല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കേണ്ട. പിന്നെ എന്നും മുകളന്റെ കഥ മാത്രം പിള്ളേർ പഠിച്ചാൽ മതിയോ മാഷേ? ജോസഫ് സാറിന്റെ കൈവെട്ടിയതും RSSും പോപ്പുലർ ഫ്രണ്ടും ഗോൾവാൾക്കറും സവർക്കറും ജമാഅത്തെ ഇസ്ലാമിയും എന്തെന്നുമൊക്കെ അവർ പഠിക്കണ്ടേ? അവർ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം പഠിക്കണ്ടേ? ഗുജറാത്ത് കലാപം പഠിക്കണ്ടേ? അതോ മാഷ് പറയുന്നത് സെലക്റ്റീവ് പഠനം മാത്രം മതി എന്നാണോ? അതായത് മാഷിനും മാഷിനെ പോലെയുള്ളവർക്കും ഇഷ്ടപ്പെട്ടത് മാത്രം. വേറൊരു പ്രൊഫസർ വിദ്വാൻ പറഞ്ഞത് കേരളമെങ്കിലും ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് മാതൃക കാട്ടണം എന്നാണ്. അതായത് കേരളം ഒരു രാജ്യമായി മാറണമെന്ന്. പക്ഷേ അപ്പോഴും പൈസയ്ക്ക് അങ്ങോട്ട് പോകണം. നമ്മൾ പ്രത്യേക രാജ്യമായാലും അത് നമുക്ക് കൂടി അവകാശപ്പെട്ട പൈസ അല്ലേ? അദ്ദേഹം പറയുന്നത് കേട്ടു. NEPയുടെ പ്രാഗ് രൂപമാണ് അത്രേ പണ്ട് ഗോൾവാൾക്കർ പറഞ്ഞത്. നമ്മുടെ പ്രൊഫസർമാരുടെ ഒരു ഗതികേട്. എൻ്റെ മാഷെ, പാഠപുസ്തകം പഠിച്ചാണോ മാഷ് ഇന്നത്തെ താങ്കളുടെ ആശയ സംഹിത രൂപപ്പെടുത്തിയെടുത്തത്?
ആണെങ്കിൽ തന്നെ ആ കാലമൊക്കെ മാറി മാഷേ. നിങ്ങൾ ഇനി പാഠപുസ്തകത്തിൽ ഗോൾവാൾക്കറെ പറഞ്ഞാലും സവർക്കറെ പറഞ്ഞാലും പിള്ളേർ ഇന്റർനെറ്റിലും AI ചാറ്റ്ബോട്ടിലും പോയി കാര്യങ്ങൾ തിരയും, ഗവേഷണം നടത്തും, എന്നിട്ട് ശരിയേതെന്ന് കണ്ടെത്തും. മാഷിന്റെ കുഞ്ഞുമകന്റെ ഗംഭീര വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തവണ ശ്രീജിത്ത് പണിക്കരെ വിനു ബുദ്ധിപൂർവ്വം ഒഴിവാക്കിയതായി തോന്നി. PM ശ്രീ ഏറ്റവും നന്നായി പഠിച്ച് അവതരിപ്പിച്ചവരിൽ ഒരാൾ അയാളാണ്. അയാൾ വന്നാൽ ഇവരുടെ ഉത്തരം മുട്ടും. ഞാനും എഴുതിയിട്ടുണ്ട് പലതവണ, പൊളിച്ചു കൊടുത്തിട്ടുമുണ്ട്. എന്നാലാവും വിധം ആശങ്കകളുടെ മാത്രം ആ മതരാഷ്ട്രീയം. യൂട്യൂബിൽ ആകെ കാണുന്ന ഒരേ ഒരു TV ചാനലായിരുന്നു ഏഷ്യാനെറ്റ്. കുറേ നാൾ കൂടി ഇന്നലെയാണ് വീണ്ടും കണ്ടത്. അവർ എല്ലാവരെയും ഒരുപോലെ എതിർക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ എതിർക്കുമ്പോൾ അവർ തീരുമാനിക്കും ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തും എന്ത് നടക്കണമെന്ന്. അതിനനുസരിച്ച് പോയില്ലെങ്കിൽ അവർക്ക് കലിപ്പാണ്. അതുകൊണ്ട് അവരെ കാണാൻ ഈയിടെയായി താല്പര്യമില്ല. അതുപോട്ടെ, സാന്ദർഭികമായി പറഞ്ഞു പോയതാണ്. പിന്നെ കാരശ്ശേരി മാഷേ, നമ്മുടെ പുതിയ പിള്ളേർക്ക് താല്പര്യം നിങ്ങളുടെ ഈ അളിഞ്ഞ ചരിത്രത്തിലല്ല. അവർക്ക് വേണ്ടത് മെച്ചപ്പെട്ട തൊഴിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുമാണ്. അടിപൊളി ജീവിതമാണ് നിങ്ങൾ മറന്നുപോയ ജീവിതം. അതിനവർ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ശാസ്ത്രവും സാങ്കേതിക ശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും വൈദ്യശാസ്ത്രവും എഞ്ചിനീയറിംഗും ഒക്കെയാണ്. അല്ലാതെ നിങ്ങളുടെ ചീഞ്ഞ ജാതിമത ചരിത്രമല്ല. നിങ്ങൾ ഇന്നും ആ കാലത്താണ് ജീവിക്കുന്നത്. നിങ്ങളെ തിരുത്താൻ ആർക്കും കഴിയില്ല. ആർക്കാണ് മാഷെ ടിപ്പു സുൽത്താനെ കൊണ്ടും ഔറംഗസീബിനെ കൊണ്ടും ഉപയോഗം? പറയുന്നത് ക്രൂരമാണെങ്കിലും പറയാതെ വയ്യ മാഷെ. നിങ്ങളൊക്കെ നാളെ ചരിത്ര വിദ്യാർത്ഥികളുടെ ചുരുക്കം ചില പുസ്തകങ്ങളിൽ അവശേഷിച്ചാൽ അത്ഭുതം. ഏത് നിഗൂഢ അജണ്ട കരിക്കുലത്തിൽ കൊണ്ടുവന്നാലും ഭാരതത്തിലെ പുതിയ പിള്ളേരെ അതൊന്നും സ്വാധീനിക്കില്ല. അപ്പോൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവർക്ക് നിഷേധിക്കുന്നത് നിങ്ങൾ തന്നെ സൂചിപ്പിച്ച മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങളാണ്. അതിലൂടെ ഭാവിയിലെ മെച്ചപ്പെട്ട അവസരങ്ങളാണ്. അതുകൊണ്ട് കാരശ്ശേരി മാഷും വിനു വി ജോണും ഏഷ്യാനെറ്റുമൊക്കെ മരിച്ചു പണിയെടുത്ത് PM ശ്രീ നടപ്പിലാക്കാതിരിക്കാൻ UDF സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കണം. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും വീര്യം കുറഞ്ഞ മദ്യമൊന്നും ഇവിടെ വേണ്ട. ഏറ്റവും വീര്യം കൂടിയ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ മാത്രം മതി. അണ്ണന്മാർ ചാരായം രഹസ്യമായി വാറ്റിക്കോട്ടെ. ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ വിഷമദ്യം കഴിച്ചോട്ടെ. ഒരു കാര്യത്തിലും U-ടേൺ അടിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കരുത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്ത് വിഡ്ഢിത്തം പറഞ്ഞോ അത് മാത്രമേ നടപ്പാക്കാവൂ എന്ന് വാശി പിടിക്കണം. അതാണ് മാധ്യമധർമ്മം. അതാണ് പുരോഗമന കേരളത്തിന് വിപ്ലവാഭിവാദ്യങ്ങൾ. പ്രശാന്ത് വാസുദേവ്. പിൻകുറിപ്പ് ചാണകസംഖി സ്പോട്ടഡ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. കേരളത്തിലെ PM ശ്രീ പദ്ധതി ഇനി വിദ്യാഭ്യാസ വിഷയം മാത്രമല്ല, വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കേന്ദ്ര ഫണ്ടും വിദ്യാഭ്യാസ വികസനവും ഒരു വശത്ത്, ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള ആശങ്കകളും മറുവശത്തും ഉയരുന്നു. ഇതിനിടെ പദ്ധതിയെ പിന്തുണച്ചും എതിർത്തും വിവിധ അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ഉയരുന്നുണ്ട്. പ്രശാന്ത് വാസുദേവ് നായരുടെ ഫേസ്ബുക്ക് കുറിപ്പും അത്തരത്തിലുള്ള ഒരു വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണ്. അവസാനം തീരുമാനം എങ്ങനെയായിരിക്കും? കേരളം PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുമോ, അതോ പുതിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് ഇത് വഴിയൊരുങ്ങുമോ? അടുത്ത മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനത്തിലായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധ. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം എങ്കിൽ അതോ നിലവിലെ സംസ്ഥാന വിദ്യാഭ്യാസ സംവിധാനത്തിൽ തന്നെ തുടരണമോ എന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം കേരള രാഷ്ട്രീയവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ വിശകലനങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും അമർത്തുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.